ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നേരത്തെ കണ്ട ബീറോളും ആ ടെലിപ്പോർട്ടിംഗ് ടെക്നിക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചാണ്. നമ്മളിപ്പോൾ ഫോട്ടോസ് എടുക്കാനായിട്ടല്ല ടെറസിലേക്ക് വന്നത്. ലോക്ക്ഡൗൺ ഒക്കെ ആയി സ്റ്റുഡിയോയിലുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മടുത്ത് കാണും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടെറസിലേക്ക് വന്നത്. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ ഫീൽഡിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് റിസർച്ച് എല്ലാം ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വൈകുന്നേരം സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് രാത്രി നമ്മൾ ക്യാമറ എല്ലാം സെറ്റപ്പ് ചെയ്യുമ്പോൾ ക്യാമറ സെറ്റിങ്സിനെ പറ്റിയും പിന്നീട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾക്ക് സംസാരിക്കാം. ഫസ്റ്റ് പോയിൻ്റ് റിസർച്ചാണ്. അതായത് ഏത് സ്റ്റാർ ഫോർമേഷൻസ് രാത്രി ഏത് സമയത്ത് എവിടെ ഉണ്ടാകും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ തന്നെ ക്ലൗഡ് കവർ എത്രത്തോളം ഉണ്ട്, നമ്മൾക്ക് നക്ഷത്രങ്ങൾ കാണാൻ പറ്റുമോ, ഇതെല്ലാം നമ്മൾ റിസർച്ചിലൂടെ കണ്ടുപിടിക്കണം. ഇതാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഒത്തിരി ആപ്പുകളും അതുപോലെ തന്നെ വെബ്സൈറ്റുകളും ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്യുവെതർ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നോക്കിയിട്ടാണ് ഞാൻ ക്ലൗഡ് കവർ കണ്ടുപിടിക്കുന്നത്. അതായത് രാത്രി എത്രത്തോളം നക്ഷത്രങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ക്ലൗഡ് കവർ ഡിനോട്ട് ചെയ്യുന്നത്. അക്യുവെതർ വെബ്സൈറ്റ് അനുസരിച്ച് ഇന്ന് രാത്രിയിലത്തെ ക്ലൗഡ് കവർ 92% ആണ്. അത് ഒത്തിരി കൂടുതലാണ്. നമ്മൾക്ക് ഒറ്റ നക്ഷത്രം പോലും കാണാൻ പറ്റില്ല. പക്ഷേ ഒരു 10-11 മണിയെല്ലാം കഴിയുമ്പോൾ ഇത് വളരെ കുറവാണ്. ഇതുകൂടാതെ നമ്മൾ റിസർച്ച് ചെയ്യേണ്ട മറ്റൊരു ഫീൽഡ് ആസ്ട്രോണമി സോഫ്റ്റ്വെയറുകളാണ്. ഏതെല്ലാം കോൺസ്റ്റലേഷൻസ് ഏത് സമയത്ത് എവിടെ വിസിബിൾ ആകും എന്നുള്ളതാണ് ആസ്ട്രോണമി സോഫ്റ്റ്വെയറുകൾ നമ്മളെ കാണിച്ചു തരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് സ്റ്റെല്ലാറിയം എന്ന് പറഞ്ഞ ആപ്പാണ്. ഈ ആപ്പിൽ നമ്മൾക്ക് ഇയറും മന്തും ഡേറ്റും എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈവൻ ടൈമും എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ടൈമിൽ കൂടെ നമ്മൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെല്ലാറിയം എന്ന് പറഞ്ഞ ആപ്പ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വിൻഡോസിലും മാക്OSലും ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ഉപയോഗ സാധ്യതകളെ പറ്റി നിങ്ങൾ തന്നെ കണ്ടെത്തുക. റിസർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ലൈറ്റ് പൊല്യൂഷനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതുപോലെ തന്നെ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും പോലെ ഒത്തിരി ലൈറ്റ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷനാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഒത്തിരി ലൈറ്റുകൾ ഉണ്ടാവില്ലേ സിറ്റിയിൽ. ഈ ലൈറ്റുകളുടെ എഫക്റ്റ് കാരണം നമ്മൾക്ക് കാണാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ വളരെ കുറവായിരിക്കും. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലത്ത് എത്രത്തോളം ലൈറ്റ് പൊല്യൂഷൻ ഉണ്ട് എന്നറിയാനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. darksitefinder.com എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലൊക്കേഷനിലുള്ള ലൈറ്റ് പൊല്യൂഷൻ എത്രത്തോളമാണ് എന്ന് ഒരു ഗ്രാഫ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡേറ്റ അനുസരിച്ച് മാത്രം നമ്മൾ ഫോട്ടോസ് പ്ലാൻ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾക്ക് എന്തെല്ലാം ഗിയറാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടത് എന്ന് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ സ്മാർട്ട് ഫോണുകളിലുള്ള സെൻസർ സൈസ് വളരെ ചെറുതായതുകൊണ്ട് സെൻസറിലേക്ക് കടത്തിവിടാൻ പറ്റുന്ന ലൈറ്റിന് പരിമിതികളുണ്ട്. ഫോണുകളിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട്സ് ഒരിക്കലും സാറ്റിസ്ഫാക്ടറി ആയിരിക്കില്ല. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് എപ്പോഴും മാനുവൽ മോഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഗൈസ്, നമ്മൾക്ക് ഇത്രയും ക്രിയേറ്റിവിറ്റിയും ഇത്രയും ടാലൻ്റ് എല്ലാം ഉള്ളപ്പോൾ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനെ എന്തിനാണ് നമ്മൾ സെറ്റിങ്സ് തന്നെ തീരുമാനിക്കാൻ വിടുന്നത്? നമ്മൾക്ക് തന്നെ എല്ലാം മാനുവലായിട്ട് സെറ്റ് ചെയ്യാം. ഷട്ടർ സ്പീഡും അപ്പർച്ചറും ISOയും വൈറ്റ് ബാലൻസും, ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതെല്ലാം മാനുവൽ മോഡിൽ വെക്കുക. എപ്പോഴും റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുക. JPEG നമ്മൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയ്ക്ക് ഒത്തിരി പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ റോയിൽ ഷൂട്ട് ചെയ്താലേ ഫോട്ടോയിലുള്ള ഫുൾ ഇൻഫർമേഷൻ പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ റിക്കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണ്ട എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രൈപോഡാണ്. ട്രൈപോഡ് ഒരു ആബ്സല്യൂട്ട് നെസസിറ്റി അല്ല. നിങ്ങൾക്ക് ക്യാമറ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് സ്കൈയിലേക്ക് പോയിൻ്റ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ക്യാമറയിൽ ഒരിക്കലും അനക്കം വരരുത്. പിന്നീട് നമ്മൾക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് സ്കൗട്ട് ചെയ്യുമ്പോൾ ആവശ്യമായ ഒരു കാര്യമാണ് ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി ലൈറ്റാണ്. കാരണം നമ്മൾ രാത്രി ലൊക്കേഷൻ സ്കൗട്ടിംഗ് എല്ലാം നടത്തുമ്പോൾ നമ്മൾക്ക് ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് വളരെ അത്യാവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റുകൾ യൂസ് ചെയ്യാം. എങ്കിൽ കൂടി ഞാനൊരു ടോർച്ച് റെക്കമെൻഡ് ചെയ്യും. റിസർച്ചിനെ പറ്റിയും നിങ്ങൾക്ക് വേണ്ട എക്വിപ്മെൻറ്റിനെ പറ്റിയും
ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മൾക്ക് രാത്രിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം, ക്ലൗഡ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫോട്ടോസ് എടുക്കുന്നത്, എന്തൊക്കെ ക്യാമറ സെറ്റിങ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 12 മണിയായി. ഞാൻ 12 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത്. നേരത്തെ കണ്ട ടൈം ലാപ്സിന് ശേഷം ഇപ്പോഴാണ് സ്കൈ ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മൾക്ക് സ്റ്റാർസ് എല്ലാം മര്യാദക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റിസർച്ച് തന്നെയാണ്. കാരണം നമ്മുടെ സ്കൈ എപ്പോൾ ക്ലിയർ ആകും, എപ്പോൾ സ്റ്റാർസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, മൂണില്ലാത്ത ഒരു സ്കൈ നമ്മൾക്ക് എപ്പോൾ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതെല്ലാം നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതിന് മുമ്പേ, ലൊക്കേഷനിൽ പോകുന്നതിന് മുമ്പേ തന്നെ അറിയുന്നതാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും വലിയൊരു ഭാഗം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ക്യാമറ പോയിൻ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാർ വോക്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഏതെല്ലാം സ്റ്റാർസ് നമ്മളുടെ റിയൽ ടൈമിൽ ഏത് പൊസിഷനിൽ ഉണ്ടാകും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എന്ന് നമ്മളെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെച്ച് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഏതെല്ലാം ഗാലക്സികൾ, ഏതെല്ലാം പ്ലാനറ്റ്സ്, ഏതെല്ലാം കോൺസ്റ്റലേഷൻസ് എവിടെയാണ് എന്ന് നമ്മൾക്ക് റിയൽ ടൈമിൽ ക്യാമറ സ്കൈയിലേക്ക് പോയിൻ്റ് ചെയ്താൽ നമ്മൾക്ക് കാണാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫോണിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് റിയൽ ടൈം മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഈ സ്റ്റാർസ് എല്ലാം ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളുടെ കോമ്പോസിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് തരാനുള്ള ഈ ഒരു കേസിൽ ഞാൻ നിങ്ങൾ നേരത്തെ ടൈം ലാപ്സ് കണ്ട ഫ്രെയിമില്ലേ, ആ ഫ്രെയിം തന്നെയാണ് എടുക്കുന്നത്. പ്ലാനറ്റ്സിന് അഥവാ ഗ്രഹങ്ങൾക്ക് എപ്പോഴും സ്റ്റാർസിനേക്കാൾ ബ്രൈറ്റ്നെസ് വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾ ഈ ഫ്രെയിമിൽ കാണുന്നതാണ് എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന എല്ലാ നക്ഷത്രങ്ങളും. ഇതിൽ ഫ്രെയിമിൻ്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് വളരെ ബ്രൈറ്റായൊരു സ്പോട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റാർ അല്ല, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹമാണ്. നമ്മൾ എടുക്കാൻ പോകുന്ന ഫോട്ടോയിലും ജൂപ്പിറ്റർ നിങ്ങൾക്ക് വളരെ വലുതായിട്ടും വളരെ ക്ലിയർ ആയിട്ടും കാണാൻ സാധിക്കും. ഏതെല്ലാം സ്റ്റാർസിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മുടെ കോമ്പോസിഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ സെറ്റിങ്സ് ആണ്. ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO. ഇതിൽ ഷട്ടർ സ്പീഡ് എന്തായിരിക്കണം എന്നറിയാൻ നിങ്ങൾ 500 റൂളിനെ പറ്റി അറിയണം. 500 റൂൾ പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ഫോക്കൽ ലെങ്ത്തിലാണോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 500 ഡിവൈഡഡ് ബൈ ആ ഫോക്കൽ ലെങ്ത്ത് ആയിരിക്കണം നിങ്ങളുടെ ഷട്ടർ സ്പീഡ്. അതിലും കൂടുതൽ ഒരിക്കലും പോകാൻ പാടില്ല. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാൻ ഈ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് 18 മില്ലിമീറ്ററിലാണ്. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറ ഒത്തിരി നേരം ലോങ് എക്സ്പോഷറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർ ട്രെയിലിംഗ് കാണാൻ പറ്റും. അതായത് ഭൂമി എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഭൂമിയിൽ നമ്മൾ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി നേരം നമ്മൾ ഷട്ടർ സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർസ് മൂവ് ചെയ്യുന്നത് പോലെ നമ്മൾക്ക് തോന്നും. ഇതാണ് സ്റ്റാർ ട്രെയിൽ എന്ന് പറയുന്നത്. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 500 ഷട്ടർ റൂൾ ഫോളോ ചെയ്യുന്നത്. ഇനി അപ്പർച്ചർ എന്തായിരിക്കണം? നിങ്ങളുടെ ലെൻസിന് എത്രത്തോളം വൈഡായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അതായിക്കോട്ടെ നിങ്ങളുടെ അപ്പർച്ചർ. ഇപ്പോൾ എൻ്റെ ലെൻസിൽ 18mm f2.8 വരെ എൻ്റെ ലെൻസിന് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലെൻസിൽ ചിലപ്പോൾ f3.5 ആയിരിക്കാം, ചിലപ്പോൾ f4 ആയിരിക്കാം, എന്തുമായിക്കോട്ടെ. ഏറ്റവും കൂടുതൽ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയാണ്, ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സെൻസറിലേക്ക് മാക്സിമം ലൈറ്റ് കടത്തി വിടണം. സെൻസറിലേക്ക് മാക്സിമം ലൈറ്റ് കടക്കുന്നത് ഏറ്റവും ലോവർ ആയിട്ടുള്ള എഫ് സ്റ്റോപ്പിലാണ്. ഇനിയുള്ള ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ISO ആണ്. നമ്മൾ ISO ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. കാരണം ISO എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. അത് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിൽ നോയ്സ് ഇൻട്രൊഡ്യൂസ് ആവും, അഥവാ ഗ്രെയിൻസ് ഇൻട്രൊഡ്യൂസ് ആവും. ISO അതുകൊണ്ട് ഒത്തിരി കൂടാതെ ശ്രദ്ധിക്കണം. ആസ്ട്രോ ഫോട്ടോഗ്രഫിക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ISO റേഞ്ച് എന്ന് പറയുന്നത് 1600 തൊട്ട് 3200 വരെയാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ISO 1600 ആണ്. അതുകൊണ്ടാണ് ഫോട്ടോസിൽ കാണുന്ന നക്ഷത്രങ്ങളുടെ അത്രയും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റാത്തത്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ നമ്മുടെ ക്യാമറയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് 1600 തൊട്ട് 3200 വരെ ISO ഫിക്സ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ക്യാമറ സെറ്റിങ്സിനെ പറ്റിയെല്ലാം മനസ്സിലായി അല്ലേ? ഇനി ഞാൻ 2-3 ടിപ്സ് കൂടി തരാം. നമ്മളെപ്പോഴും ആസ്ട്രോ ഫോട്ടോഗ്രഫി ചെയ്യുമ്പോൾ
മാനുവൽ ഫോക്കസിലായിരിക്കണം ഫോട്ടോസ് എടുക്കേണ്ടത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർസ് എന്ന് പറയുന്നത് ഒത്തിരി ദൂരെയുള്ള വളരെ ചെറിയ ഒബ്ജക്ട്സ് ആണ്, ശരിയല്ലേ? അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ക്യാമറയ്ക്ക് കറക്റ്റായിട്ട് ഓട്ടോ ഫോക്കസ് ചെയ്ത് നല്ല ഷോട്ട്സ് എടുക്കാൻ പറ്റണം എന്നില്ല. ഇതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ മിക്ക ക്യാമറകളിലും മാനുവൽ ഫോക്കസിൽ നമ്മൾക്ക് സൂം ഇൻ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഉണ്ടാവും, ശരിയല്ലേ? ക്യാനൺ ക്യാമറകളിലാണെങ്കിൽ ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് സൈൻ ഉണ്ടാവും, അല്ലേ? ആ പ്ലസ് സൈൻ അമർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഫ്രെയിമിലേക്ക് സൂം ഇൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ സൂം ഇൻ ചെയ്ത് മാനുവൽ ഫോക്കസിൽ ആ സ്റ്റാർ ഒരു പോയിൻ്റ് ആകുന്നത് വരെ നമ്മൾ കറക്റ്റായിട്ട് മാനുവൽ ഫോക്കസ് ഡയൽ ചെയ്യുക. ഇനിയിപ്പോൾ എങ്ങാനും അബദ്ധവശാൽ നിങ്ങളുടെ കൈ കൊണ്ട് ഫോക്കസ് മാറിപ്പോവുകയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് മാനുവൽ ഫോക്കസ് ഡയൽ ചെയ്യുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്, എപ്പോഴും സെൽഫ് ടൈമറിൽ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയ്ക്കുള്ള ഒരു റിമോട്ട് ഷട്ടർ റിലീസ് യൂസ് ചെയ്യുക. റിമോട്ട് ഷട്ടർ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിലുള്ള ഒരു പോർട്ടിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ടാണ്. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമോട്ട് ഷട്ടർ റിലീസിൽ ഒരു സ്വിച്ച് ഉണ്ടാവും. ഈ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഷട്ടർ ആക്ടിവേറ്റ് ആവും. ഒരു ലോങ് എക്സ്പോഷർ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും ക്യാമറയ്ക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിമോട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു റിമോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സെൽഫ് ടൈമർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 2 സെക്കൻഡ് സെൽഫ് ടൈമറാണ്. അതായത് എപ്പോഴും നമ്മുടെ കൈകൾ ക്യാമറയിൽ ടച്ച് ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ നമ്മൾക്ക് ക്യാമറയ്ക്കൊന്ന് സ്റ്റേബിൾ ആവാൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് എപ്പോഴും ഷട്ടർ ആക്ടിവേറ്റ് ആവുന്നത്. നമ്മുടെ ഫൈനൽ സെറ്റിങ്സ് റോ ഫോർമാറ്റ്, 500 ഷട്ടർ റൂൾ അനുസരിച്ച് 15 സെക്കൻഡ് ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ f2.8, 1600-നും 3200-നും ഇടയിലുള്ള 2000 ISO, എക്സ്പോഷർ മീറ്റർ എപ്പോഴും 0-ൽ മെയിൻറ്റെയിൻ ചെയ്യുക, മാനുവൽ ഫോക്കസ് ആൻഡ് 2 സെക്കൻഡ് സെൽഫ് ടൈമർ.